നീറ്റ് പരീക്ഷയ്ക്ക് അബുദാബി സെന്റർ അനുവദിച്ച സംഭവത്തിൽ പിഴവ് സംഭവിച്ചത് വിദ്യാർത്ഥിക്ക്. പരീക്ഷാ കേന്ദ്രമായി അബുദാബി തെരഞ്ഞെടുത്തത് വിദ്യാർത്ഥി തന്നെയെന്ന് NTA വിശദീകരിക്കുന്നു. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് സംഭവിച്ചത്? വെബ് ആക്ടിവിറ്റി പ്രകാരമുള്ള ഡാറ്റ പരിശോധിച്ചപ്പോൾ വിദ്യാർത്ഥിയുടെ ലോഗിൻ ക്രെഡൻഷ്യൽ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ സിറ്റി സെലക്ട് ചെയ്തത് എന്നാണ് കണ്ടെത്തിയത്. അതും 2 തവണ റിവ്യൂ ചെയ്തതിനു ശേഷമാണ് അബുദാബി തനിക്ക് പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടുന്ന സിറ്റിയായി വിദ്യാർത്ഥി തന്നെ നൽകിയത് എന്നാണ് ഇപ്പോൾ NTA തങ്ങളുടെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഒരു പരാതി ലഭിക്കുന്നത് 19-ാം തീയതി വൈകിട്ടാണ്. അത് അനൌദ്യോഗികമായാണ് ഈ കുട്ടിയുടെ ബന്ധുക്കളിൽ നിന്ന് പരാതി ലഭിച്ചത്. പക്ഷേ ഉടൻ തന്നെ ഔദ്യോഗികമായി തന്നെ NTA വിഷയത്തിൽ ഇടപെടുകയും ഇപ്പോൾ കുട്ടിക്ക് 20-ാം തീയതിയോട്, അതായത് ഇന്നോട് കൂടി തന്നെ കുട്ടിക്ക് പുതിയ സെന്റർ അനുവദിക്കുകയും ചെയ്തു എന്ന് NTA തങ്ങളുടെ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, നാളെ പരീക്ഷ നടക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് സിറ്റി കറക്ഷന് വേണ്ടിയുള്ള ഒരു ജാലകം ഇപ്പോൾ തുറന്നിട്ടുണ്ട് വെബ്സൈറ്റിൽ നിന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നീറ്റ് പരീക്ഷയ്ക്ക് അബുദാബി സെന്റർ അനുവദിച്ച സംഭവത്തിലാണ് വിദ്യാർത്ഥിക്കാണ് പിഴവ് പറ്റിയതെന്ന് ഇപ്പോൾ NTA വിശദീകരിക്കുന്നത്. നാളെയാണ് നീറ്റ് പരീക്ഷ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഏതൊക്കെ തരത്തിലാണ് പരീക്ഷയ്ക്ക് മുന്നോടിയായി തയ്യാറെടുപ്പുകൾ. അത് ടെലഗ്രാം നിരോധിക്കുന്നതായാലും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ലീവ് അനുവദിക്കാത്തതായാലും അതിനൊക്കെ ഒടുവിൽ നാളെയാണ് പരീക്ഷ നടക്കുന്നത്.